യെസ്, ന്യൂസ് ഡെസ്കിൽ നമ്മൾ നേരത്തെ പാലക്കാട് നിന്നുള്ള ചിത്രമായിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് തന്നെ ചർച്ചാ വിഷയമായത് അവിടുത്തെ MLAക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികളായിരുന്നു. പിന്നീട് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ പല നേതാക്കൾക്കും നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനിടെയായിരുന്നു KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ തന്നെ ആരോപണവുമായി രംഗത്ത് എത്തുകയും ഒക്കെ ചെയ്തത്. അവിടെയാണ് തനിക്ക് 5000 പ്രണയങ്ങളുണ്ട് എന്ന നിലയിലൊക്കെ ആ വിഷയത്തെ വളരെ കൃത്യമായി ലഘൂകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വഴുതി മാറാൻ മന്ത്രിക്ക് KB ഗണേഷ് കുമാറിന് സാധിച്ചത്. പക്ഷേ ആ മണ്ഡലത്തിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ പാർട്ടിയിൽ CPIMന്റെ ഭാഗമായിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു PK ശശി ഇത്തരത്തിൽ ഒരു ആരോപണം നേരിട്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളുണ്ടായിരുന്നു. പാർട്ടിക്ക് ഉള്ളിൽ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ പരാതികൾ വരുമ്പോൾ പാർട്ടി തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സംവിധാനം, അങ്ങനെ തീവ്രത എന്ന വിചിത്രമായ ഒരു പ്രയോഗം നമ്മൾ കേട്ടത്. തീവ്രത കുറഞ്ഞ പീഡനവും തീവ്രത കൂടിയ പീഡനവും എന്നൊക്കെ പാർട്ടി കോടതി വിലയിരുത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ PK ശശി മറുചേരിയിൽ ആണ്, തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ഞങ്ങളുടെ പ്രതിനിധി NG രേണുക PK ശശിയോട് ചോദിച്ചത്. അപ്പോഴെല്ലാം PK ശശി പറഞ്ഞ മറുപടി CPIMലെ നികൃഷ്ട ജീവികളാണ് തനിക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിച്ചത്, പ്രതിപക്ഷം പോലും അത് ഏറ്റെടുത്തില്ല എന്നതുമായിരുന്നു PK ശശിയുടെ മറുപടി. പിന്നീട് PK ശശി ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ശുഭിതനായി മടങ്ങുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴിതാ ഈ സൈബർ ഇടങ്ങളിൽ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന രീതി കൂടിയുണ്ട്. എന്തായിരുന്നു ശശിയോടുള്ള ഞങ്ങളുടെ പ്രതിനിധിയുടെ ചോദ്യം, അതിന് നൽകിയ മറുപടി എന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. നിങ്ങൾ ഈ പറഞ്ഞ അലിഗേഷൻ എനിക്കെതിരായിട്ട് വന്നപ്പോൾ നിയമസഭക്കകത്ത് ഗൗരവമായൊരു ചർച്ച പോലും UDFന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ലീഗിൻ്റെ ഒരു മനുഷ്യമുണ്ടിയില്ല. കോൺഗ്രസിൻ്റെ കാര്യമായിട്ടുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള ഒരൊറ്റയാൾ എനിക്കെതിരായിട്ട് സംസാരിച്ചില്ല. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ പറയില്ലേ? അതിനെപ്പറ്റി VD സതീശൻ ഒരിക്കൽ പറഞ്ഞത് ഇതൊക്കെ കൽപ്പിച്ചു കൂട്ടി ഫാബ്രിക്കേറ്റ് ചെയ്തതല്ലേ എന്നാണ് ചോദിച്ചത്. പറഞ്ഞു മനസ്സിലായോ? CPIMനകത്തുള്ള കുറേ ജീവികൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ആരോപണമല്ലേ ഇത്? VD സതീശൻ ഉൾപ്പെടെ ഈ തീവ്രത അളക്കുന്നത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ. എനിക്കറിയില്ല. നിങ്ങൾക്കിത് നോക്കുക പണി. നമ്മളെല്ലാം നോക്കുമല്ലോ. ഇത് നോക്കണ്ട, തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കൂ. ഇത് താങ്കൾ തന്നെയല്ലേ ചർച്ച പറഞ്ഞത്. മാത്രമല്ല തൽക്കാലം തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കൂ. മറ്റു നടക്കാൻ യെസ്, എന്തായാലും MG രേണുക ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതൊക്കെ അളന്നു നോക്കിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനും കൈയടിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് അവർ തന്നെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അതിപ്പോൾ പുതുമയുള്ള ഒന്നല്ല. മാധ്യമപ്രവർത്തകർ നടത്തുന്ന സംഭാഷണങ്ങൾ, ചോദ്യങ്ങൾ, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തി മാറ്റി ഈ ഓരോ പാർട്ടിക്കും അവരുടെ സൈബർ ഇടങ്ങളുണ്ട്, അതിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ നിലയിലുള്ള പ്രചാരണമാണല്ലോ ഇപ്പോഴും നടക്കുന്നത്. അഭിലാഷ്, നമ്മൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒറ്റപ്പാലത്ത് എത്തുന്നത്. ഒറ്റപ്പാലത്ത് ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളെയും കാണാൻ നമ്മൾ ശ്രമിക്കുന്നു. അവിടെ ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാണ്. അപ്പോൾ PK ശശിയെ അങ്ങനെ അദ്ദേഹം പ്രചരണത്തിലുള്ള സ്ഥലത്ത് പോയി നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിനോട് പ്രതികരണം തേടുകയാണ്. ആദ്യം ആ മണ്ഡലത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ PK ശശിയോട് ചോദിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് ആദ്യം എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം എന്ന തരത്തിൽ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. അത് CPIMലെ നികൃഷ്ട ജീവികൾ എനിക്ക് ചെയ്തതാണ്. കുഷ്ഠരോഗത്തിനാണെങ്കിൽ മരുന്നുണ്ട്, പക്ഷേ ഇത്തരം ചികിത്സയില്ലാത്ത നികൃഷ്ട ജീവികളാണ് ഈ രീതിയിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ പോലും പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലുമോ തനിക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നിലപാടുകളുടെ രാജകുമാരൻ എന്ന പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് മറുപടി പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തനിക്കെതിരെ സഭയിൽ ഈ വിഷയം വന്നപ്പോൾ അല്ലെങ്കിൽ പുറമേക്ക് പ്രതിപക്ഷത്ത് നിന്ന് ആരും ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല, ആരും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല എന്നൊരു പരാമർശം നടത്തുമ്പോഴാണ് അത് വസ്തുതയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ആ വിഷയം ചൂണ്ടിക്കാട്ടേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്ന പാളയത്തിന് യോജിച്ച രീതിയിൽ ഒരു കാര്യത്തെ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന ബോധ്യമുള്ളപ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ തീവ്രത എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും അവർ പ്രതിരോധത്തിലാകുന്ന ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ആ ഘട്ടത്തിൽ എന്നോട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം ഈ തീവ്രത എന്ന വാക്ക് ഏത് തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതറിയാം. ആ അശ്ലീല ചുവയോടുകൂടി തന്നെ ആ വാക്ക് പറയുന്നു.
നിങ്ങൾ അത് അളക്കാനാണോ നടക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ എല്ലാ തരത്തിലും ഈ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇടപെടുകയും അതിൽ അത് വാർത്തയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് നമ്മൾ വാർത്തയാക്കിയിട്ടുള്ള വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മറുപടി ഞാൻ പറയുമ്പോൾ അശ്ലീല ചുവയോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കൈയടിക്കുന്ന വലിയ ഒരു കൂട്ടയുള്ള പ്രവർത്തകരെ നമുക്ക് കാണാം. ഇത് UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമായ ഇടത്താണ് അദ്ദേഹത്തിന്റെ പ്രചരണം നടക്കുന്നത്. അവിടെ എത്തിയാണ് നമ്മൾ കാണുന്നത്. ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ പോ എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെയും ഒരു അശ്ലീല ചുവയോടെയുള്ള മറുപടിയും തന്നുകൊണ്ട് അദ്ദേഹം പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കൂടി നിന്നവർ ചിരിക്കുകയും അപ്പോൾ മുതൽ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ അല്പം സൈൻ ഓഫ് കൂടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. കാരണം UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ രീതിയിലുള്ള ഒരു പ്രചരണത്തിന്റെ സ്വീകരണം നടക്കുന്ന ഇടമാണ്. അങ്ങനെ രക്ഷപ്പെട്ട് വരികയാണ് ഞാനും ക്യാമറമാൻ പ്രജിത് കോങ്ങാടുമായിരുന്നു എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ചെയ്തത്. അതിനുശേഷം നമുക്കറിയാം, ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു കേന്ദ്രത്തിലേക്കും മണ്ഡലങ്ങളിലേക്കൊക്കെ നമ്മൾ തിരക്കിട്ട് പോകുന്ന സാഹചര്യമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇത് വാർത്തയാക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകർ എന്ത് ജോലി ചെയ്യണമെന്നോ എന്ത് ചോദിക്കണമെന്നോ ഒന്നും തീരുമാനിക്കേണ്ടുന്ന കാര്യം PK ശശി എന്ന രാഷ്ട്രീയ നേതാവിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എല്ലാവരോടും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, മറുപടി തരാറുണ്ട്, മറുപടി തരാതെ ഒഴിഞ്ഞുമാറുന്നവരുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അദ്ദേഹത്തിന് ചെയ്യാം. പക്ഷേ നിങ്ങൾ തീവ്രത അളക്കാനാണോ വരുന്നേ, പൊയ്ക്കോ ഇവിടുന്ന് എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ PK ശശി ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിത് വാർത്തയാക്കി ഇപ്പോൾ 24 മണിക്കൂറാകുന്നു. ഇതുവരെ ഈ ചെയ്ത പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിലൊരു ഖേദപ്രകടനമോ അല്ലെങ്കിൽ വിശദീകരണമോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തകർ, അവിടെ കൂടി നിന്ന് കൈയടിച്ച പ്രവർത്തകർ, അത് ഏത് തരത്തിലാണ് നമ്മൾക്ക് ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത് എന്നറിയില്ല. കാരണം തിരുത്താൻ പോലും ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണല്ലോ അഭിലാഷ്. തെരഞ്ഞെടുപ്പിൽ എത്ര സൂക്ഷ്മമായിട്ടാണ് നേതാക്കൾ ഇടപെടുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സൂക്ഷ്മത ഓരോ നേതാക്കളും പുലർത്തും. ആ ഘട്ടത്തിൽ പോലും ആ ഒരു സമീപനം PK ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യരുതാത്തതാണ് ചെയ്തതെന്ന തോന്നലോ ഖേദപ്രകടനമോ അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നില്ല. മാധ്യമപ്രവർത്തകരോട് ഈ രീതിയിൽ തട്ടിക്കയറാനും ഭീഷണിപ്പെടുത്താനും അവർ ചെയ്യേണ്ടതും ചോദിക്കേണ്ടതും എന്താണ് എന്ന് തീരുമാനിക്കാനും ഒക്കെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തയ്യാറാകുന്നു എന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ അവിടെ ഇൻസൾട്ട് ചെയ്യപ്പെടുകയായിരുന്നു. എന്നെ ഒരു തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് PK ശശി അവിടെ സംസാരിക്കുകയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ഫീൽഡിൽ ഉണ്ടായിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇതിനു മുൻപ് ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ രാഷ്ട്രീയ അഭയം നൽകുന്നവർ ആ കാര്യങ്ങളൊക്കെ സൗകര്യപൂർവ്വം മറക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നേരിട്ട് പോലും ചോദ്യം ചോദിക്കാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ആ വസ്തുത ചൂണ്ടിക്കാട്ടി എന്നതുകൊണ്ട് മാത്രം ഒരു മാധ്യമപ്രവർത്തകയായ എന്നോട് ഒരു പൊതു ഇടത്തിൽ പ്രവർത്തകർക്കിടയിൽ വെച്ച് മോശമായ പെരുമാറ്റം ഉണ്ടായി. അത് ഇത്രയും നേരമാകുമ്പോഴും അത് തിരുത്തപ്പെടുന്നില്ല. പല വിധത്തിൽ ഈ വിഷ്വൽസ് പല വിധത്തിൽ പല താല്പര്യങ്ങളോട് കൂടി സമൂഹ മാധ്യമത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിശദീകരണം ഉണ്ടാവുന്നില്ല. ഇതിലെ പൊളിറ്റിക്സ് ഒന്നുമല്ല. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ പൊതുവിടത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, എന്റെ ജോലിയിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യത്തിൽ ഒന്നും നിയന്ത്രണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ഒന്നുമുള്ള അധികാരം PK ശശി എന്ന നേതാവിന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഇൻസൾട്ട് ഞാൻ അനുഭവിച്ചതാണ്. എന്റെ 20 വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു മോശം അനുഭവം ഒരു പൊതുവിടത്തിൽ ഉണ്ടാകുന്നത്. അത് കൃത്യമായും നമ്മൾ ഇന്നലെ വാർത്ത നൽകുമ്പോഴും അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. നമ്മൾ ചോദിക്കാനുള്ളത് ചോദിക്കും. ഭയപ്പെടുത്തിയൊന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പല കാര്യങ്ങളും ഈ നേതാവിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, വാർത്തയാക്കിയിട്ടുള്ളതാണ്. അപ്പോ ഭയപ്പാടൊന്നും കൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇത് ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒട്ടും യോജിച്ച സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെങ്കിൽ അത് ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്, പ്രവർത്തകർ വിലയിരുത്തേണ്ടതാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം ഒരുക്കുന്നവർ വിലയിരുത്തേണ്ടുന്ന കാര്യമാണ്.
യെസ്, അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം സാധ്യതകൾ, ജയസാധ്യതകൾ എന്നത് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് പല സ്ഥാനാർത്ഥികളെയും മത്സരരംഗത്തിറക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ആണ് ഉള്ളത്. പക്ഷേ മാധ്യമപ്രവർത്തകരായ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നത് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് തന്നെയാണ്. ആ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി എന്ന തീവ്രതയുമായി ബന്ധപ്പെട്ട് ആണ്. അത് കേൾക്കുമ്പോൾ പോലും കൈയടിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, കഴിയുമെങ്കിൽ സമയം കിട്ടിയാൽ നിങ്ങൾ OV വിജയൻ്റെ ധർമ്മപുരാണം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ഈ മഹാരാജാവിൻ്റെ കീഴ്വായുവിന് എന്തൊരു പരിമളം എന്ന് പറയുന്ന പരിചാരകരെ കാണാൻ സാധിക്കും. അത്തരം പരിചാരകരായി അധപ്പതിച്ചു പോകരുത് എന്നത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരിടവേള കൂടി.